ചിണ്ടു, ഇതിനുള്ളിലാണോ നീ എന്നെ വെക്കാൻ പോകുന്നേ? ചേട്ടന്റെ കയ്യില് പാവയുണ്ടോ ചേട്ടാ? അമ്മ, അടുത്ത വീട്ടിലെ പരിമളം ചേച്ചി വന്നിട്ടുണ്ട്. ഈ തേങ്ങ ഒന്ന് ഉടച്ചു തരാമോ? ഹാപ്പി ഡെത്ത് ഡേ അച്ഛാ. അതെ, നിന്റെ കയ്യില് വേറെ ഏതെങ്കിലും പാവയുണ്ടോ? ദാ പാവ വേണമെന്ന് പറഞ്ഞില്ലേ? പാവ എങ്ങനെ കൈപിടിച്ച് തൂക്കല്ലേ, അതിന് വേദനിക്കില്ലേ? അത് കൊള്ളാൻ ചിണ്ടു, ഞാനല്ലേ പറഞ്ഞവള് മാറിയിട്ടുണ്ടാവുന്നു. നാളേക്ക് നിന്റെ സ്വാതന്ത്ര്യദിനാ. ഗോപി, അമ്മ എന്റെ പാവയെ കണ്ടോ? നീ എവിടെയോ കൊണ്ടുവച്ചിട്ട് എന്നോടാണ് ചോദിക്കുന്നത്? ഞാനാ അത് വെച്ച് കളിക്കുന്നേ. ശരി, പൂർണ്ണി എവിടെ? ഓ, പൂർണിയോ? അവള് വരാന്തിലിരുന്ന് കളിക്കുന്നുണ്ട്. പോയി നോക്ക്, പോ ചെല്ല്. എന്റെ പേര് പൂർണി. എന്റെ പേര് പൂർണി. ഞാൻ യുകെജിയിലാ പഠിക്കുന്നേ. നിന്നെ കാണാൻ കൊള്ളാലോ. പൂർണി, നീ ഇവിടെ എന്താ ചെയ്യുന്നേ? ഹായ് ചേട്ടാ. അതല്ല, നിനക്ക് ഈ പാവ എവിടെന്നാ കിട്ടിയത്? അതാണോ? നീലവാനച്ചോലയിൽ നീന്തിടുന്ന ചന്ദ്രികേ, ഞാൻ പേഴ്സ് എവിടെ, പേഴ്സ് എവിടെ, പേഴ്സ് എവിടെ? എന്നാൽ ഈ പാവെങ്ങനെ ഇവിടെ വന്ന്? നമ്മുടെ ജീവിതം വെച്ച് കളിക്കലായിപ്പോ എന്റെ പണിയല്ലേ? കോൺജറിങ്ങിലെ പാവനെ പോലെ അവിടെ ഇവിടെ കറങ്ങി നടക്കല്ലേ? അച്ഛാ, ആ പൂർണി, ഈ പാവ ആരുടെ അച്ഛാ? ഇത് ചിണ്ടുവിന്റെ മോളെ. ചേട്ടന്റെയോ? ചേട്ടൻ പാവയുടെ കൂടെ കളിക്കാറില്ല, വലിയ പയ്യനായിന്നാണല്ലോ പറഞ്ഞേ. അങ്ങനൊന്നുമില്ല, നീ വരുന്നതിന് മുമ്പ് 24 മണിക്കൂർ ഈ പാവയുടെ കൂടെയായിരുന്നു അവൻ. ഈ പാവയുടെ കൂടെ ഞാനും കളിച്ചോട്ടെ? മോൾക്ക് വേണോ ഇത്? ദാ പിടി. താങ്ക്സ് അച്ഛാ. ഇതിനൊക്കെ കാരണം അച്ഛനായിരുന്നല്ലേ? അങ്ങേർക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ആ ശരി, നീ ഇത് വെച്ച് കളിച്ചു കഴിഞ്ഞില്ലേ? ഇനി എനിക്കിതാ. ചേട്ടാ, ഇന്ന് മുഴുവൻ ഞാൻ ഈ പാവ വെച്ച് കളിച്ചോട്ടെ? ഇതിനെ കുളിപ്പിച്ച് പൊട്ടുകുത്തി ഉറക്കാൻ പോവാ ഞാൻ. അത് കഴിഞ്ഞ് നീ അതിന്റെ തല ഊരി എടുക്കൂലേ? ഒന്നും വേണ്ട, പാവയത്താ. നീ വാങ്ങി തന്ന പാവ എനിക്ക് ഒട്ടും ഇഷ്ടായില്ല. നീ ഇത് കേക്ക് പൂർണി. ചേട്ടൻ അച്ഛനോട് പറഞ്ഞിട്ടേ പുതിയൊരു പാവ വാങ്ങിത്തരാൻ പറയാ. ഇപ്പൊ ഇത് ഇങ്ങോട്ട് താ. ഞാൻ തരില്ല. ഇപ്പൊ ഇത് തരുന്നുണ്ടോ അല്ലയോ? താ. ഞാൻ തരില്ല. താ. ചേട്ടാ, താ. എനിക്ക് താ. വിട്. അമ്മേ, അമ്മേ, അമ്മേ. ഈ കുരുത്തങ്കെട്ട ചെക്കനും ഈ കുരുത്തങ്കെട്ട പെണ്ണും, നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്താ പ്രശ്നം? അമ്മേ, ഈ ചേട്ടൻ എന്റെ പാവ തട്ടിപ്പറിക്കുക. വിട് പൂർണി. അയ്യോ അയ്യോ, അതിന്റെ തല നീ തന്നെ എടുത്തോ. അമ്മ. ചിണ്ടു, നീയല്ലേ ഇത്ര കാലം പാവ വെച്ച് കളിച്ചത്? പൂർണി ഇപ്പൊ നാട്ടിൽ നിന്ന് വന്നല്ലേ ഉള്ളൂ. കുറച്ചാൾ അവള് കളിക്കട്ടെ, നീ മിണ്ടായിരിക്കും. ശരി, ഓക്കെ. ആ പൂർണി, അതിങ്ങ് താ. ഞാൻ ഒരു അരമണിക്കൂർ ചാർജ് ചെയ്തിട്ട് തരാം. അപ്പോഴേ അത് വർക്ക് ആവുള്ളൂ. നീ അങ്ങനെ കരണ്ടി കളിക്കാൻ നിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. താ. പൂർണി, അവൻ ചാർജ് ചെയ്ത് തരും, നീ അവന്റെ കൊടുക്ക്. തന്നില്ലെങ്കിൽ ഞാൻ അവന്റെ ഇത് വാങ്ങിത്തരാം, കൊടുക്ക്. എടാ, ചാർജ് ചെയ്തിട്ട് തിരിച്ചു കൊടുക്കണേ. എനിക്ക് 15 മിനിറ്റിനുള്ളിൽ പാവ തിരിച്ചു കിട്ടണം. ഗോപി, കരയല്ലേ? അയ്യോ പ്ലീസ്, കരയല്ലെന്ന് ഞാൻ പറയുന്നേ. അയ്യോ, ഞാൻ പറയുന്നേ കേക്ക്. അതുണ്ടല്ലോ ഗോപി, നമുക്ക് അധികം സമയമൊന്നുമില്ല കേട്ടോ. ആകെ 15 മിനിറ്റേ ഉള്ളൂ. അവളുടെ അടുത്ത് രക്ഷപ്പെടുന്ന കാര്യം അതിനുള്ളിൽ ആലോചിക്കണം. അപ്പൊ എന്റെ അമ്മ എന്നെ വഴക്ക് പറയില്ലേ നിന്നെ കൊണ്ട് കളഞ്ഞതിന്? ഇതാണ് നിന്റെ ഐഡിയ. അതിനു മുമ്പ് നീ എനിക്കൊരു ഡാർക്ക് ഫാന്റസി ബിസ്ക്കറ്റ് തരുമോ? നല്ല വിശപ്പുണ്ടേ. അങ്ങനെയല്ല ഗോപി, എനിക്ക് വിശന്നാലും ഐഡിയ വരില്ല. ലൗഡ് ഗോപി, ലൗഡ് ഗോപി, ലൗഡ് ഗോപി. താങ്ക്സ്. ഇപ്പൊ ഞാൻ ആലോചിക്കാം. അയ്യോ, ഈ പയ്യൻ തിന്നുന്നതിൽ ബിസി ആയല്ലോ. ശരി, ഞാനൊരു ഐഡിയ പറയാം. അവളിനി എന്നെ എന്തെങ്കിലും ചെയ്യാൻ പോവുകയാണെങ്കിൽ ഞാനൊരു സിഗ്നൽ തരാം. സിഗ്നലോ? അത് നീ എങ്ങനെ തരാൻ പോകുന്നേ? സിഗ്നൽ ഞാൻ എന്റെ മാജിക് പവർ ഉപയോഗിച്ച് തരാം. ഓ ശരി, ഓക്കെ. മിസ് യു ഗോപി. മിസ് യു ഓക്കെ. RIP പറയാതിരുന്നാ മതിയായിരുന്നു. പേടിക്കണ്ട കേട്ടോ, ഞാൻ അവളുടെ അടുത്ത് നിന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കാം. എന്റെ ചേട്ടൻ നിന്നെ കുളിപ്പിക്കാറില്ലെന്നാ തോന്നുന്നേ. അതാ
നിന്റെ മേത്തൊരു നാറ്റം അടിക്കുന്നേ. കൊഴപ്പില്ല, ഇന്ന് നിനക്ക് ബാത്തിങ് ഡേയാ. ഞാൻ നിന്നെ കുളിപ്പിക്കാട്ടോ. എടി ദുഷ്ടത്തി, എന്റെ മേത്ത് വെള്ളമായ ഞാൻ കംപ്ലൈന്റ് ആവുമല്ലോ. എങ്ങനെയെങ്കിലും ചിണ്ടുവിന്റെ അടുത്ത് ഈ കാര്യം അറിയിക്കണം. ചിണ്ടു, നീ എവിടെ പോയി കിടക്കാടാ? ഞാൻ ക്ഷീണിച്ചു. ഇതെന്താ കുലുങ്ങുന്നേ? എന്നാലും എന്തായിരിക്കും? ഇനി ഭൂമികൾക്ക് മറ്റോ ആണോ? വഴക്കടിക്കുന്നത് കൊണ്ട് ഏതൊരു പ്രശ്നം. എടാ പൊട്ടാ ചിണ്ടു, ഇതാടാ സിഗ്നൽ. എന്നെ വേഗം വന്നൊന്ന് രക്ഷിക്കടാ. എടാ വാടാ പ്ലീസ്. അയ്യോ, ഭൂമികുലുക്കം കൂടിയെന്നാ തോന്നുന്നേ. പൊതുവെ ഡിസംബർ മാസത്തിലാണല്ലോ ഭൂമികൾക്കോ മഴയൊക്കെ വരാറ്. ഇപ്പോഴെന്താ ഇങ്ങനെ സംഭവിക്കുന്നേ? അമ്മ, അമ്മ, എന്നാൽ എന്തായിരിക്കും ഇപ്പൊ ഇങ്ങനെ സംഭവിക്കാൻ കാരണം? അയ്യോ, ഇവളത്തെ വെള്ളം ഒഴിക്കാൻ പോകുന്നു. എടാ ചിണ്ടു, നീ അവിടെ എന്തെടുക്കാടാ? സ്കൂളിൽ നല്ല എന്താ ടി വി ഓഫായത്? അയ്യോ, ദേ അവള് വെള്ളം ഒഴിക്കാൻ പോകുന്നു. അയ്യോ, ഇതാണല്ലോ എന്നോട് ഗോപി സിഗ്നൽ തരാന്ന് പറഞ്ഞത്. സോറി ഗോപി, എനിക്ക് ഇപ്പോഴത് സിഗ്നലാന്ന് മനസ്സിലായത്. ഞാൻ ദാ വരുന്നു ഗോപി. എടി പ്രാന്തത്തി പൂർണി, നീ എന്താ അവിടെ ചെയ്യുന്നേ? കുളിപ്പിക്കുന്നോ? വെള്ളം ഒഴിച്ചത് കംപ്ലൈന്റ് ആവില്ലേ? ഇത് ഞാൻ അമ്മയോട് പറയുന്നുണ്ട്. അമ്മയോട് പറയല്ലേ? സോറി. ഇവളുടെ അടുത്ത് നിന്ന് എങ്ങനെയെങ്കിലും ഈ പാവയെ വാങ്ങണം. ഇന്ന് നൈറ്റ് പ്ലാൻ ചെയ്യാം. എല്ലാവരും ഇറങ്ങിയെന്ന് തോന്നുന്നു. പറ്റിയ സമയ അവളുടെ കയ്യിൽ നിന്ന് ഇപ്പോഴേ പാവയെ അടിച്ചെടുക്കണം. ഇവളെവിടെയാണിത്? ഉറങ്ങിപ്പോയോ? ഇതാണ് കറക്റ്റ് സമയം. ഇപ്പൊ തന്നെ പോയി എടുത്തേക്കാം. മച്ചാനെ, നമുക്ക് നീ വീട്ടിൽ കയറാം. കണ്ടിട്ട് കുറെ തടയുന്ന തോന്നുന്നേ. പിന്നല്ല, വാ. മച്ചാനെ, അവിടെ ആരോ കിടക്കുന്നു. അതൊന്നും കുഴപ്പമില്ല, നല്ല ഉറക്കത്തിലാന്നേ. എന്താടാ? അതൊന്നും പ്രശ്നമില്ല. പക്ഷെ ഇത് ഇവിടെ ഒരു കുട്ടിപ്പിശാച്ച് നമ്മളെ നോക്കിക്ക്. ഇവനാരാടാ? എനിക്കറിയാൻ പാടില്ല. അവൻ ഒച്ച വയ്ക്കുന്നതിന് മുമ്പ് വായോത്താം. എടാ, ഒച്ച വെച്ചാൽ നിന്നെ ഉണ്ടല്ലോ. നീ എന്തേ കാണിക്കണേ? ചെറിയ പയ്യനെ പേടിപ്പിക്കുന്ന. ചെറിയ പിള്ളേരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം നിനക്ക് ഞാൻ കാണിച്ചു തരാം. നീ നോക്കോ. മോനെ, മോന്റെ പേരെന്താ? ചിണ്ടു. ചിണ്ടു എന്നാണോ? മോനെ ചിണ്ടു, ഞങ്ങൾ രണ്ടുപേരും കള്ളന്മാരാ. ഓ, മനസ്സിലായോ? നീ എങ്ങാനും ഒച്ച വെച്ചാ നിന്നെ ഞങ്ങൾ തട്ടിക്കൊണ്ടുപോകും. ഇല്ല, ഞാൻ ആരോടും പറയില്ല. നിങ്ങൾ എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ? ഹെൽപ്പാ? ഇതെന്താണ് മച്ചാനെ? നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതിന് ആരുമില്ല. ഇവൻ നമ്മളടുത്ത ഹെൽപ്പ് ചോദിക്കുന്നത്. എന്നെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിലേ ഈ വീട്ടിൽ സ്വർണവും പണവും ഒക്കെ എവിടെ ഇരിക്കാന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്ത് ഹെൽപ്പാ മോന് വേണ്ടേ? മൊത്തം 2 ഹെൽപ്പ്. ഫസ്റ്റ് ഹെൽപ്പ് ഇതാ പിടിക്ക്. സ്കൂൾ ബാഗ്. ഇതും നിങ്ങൾ എടുത്തോണ്ട് പോണം. അപ്പോഴാ മിസ് ചോദിക്കുമ്പോ കള്ളം കൊണ്ടുപോയെന്ന് എനിക്ക് പറയാൻ. അവനവന്റെ പ്രശ്നങ്ങള്. അതെ അതെ, ശരി, ഓക്കെ. വേറെന്താ? ഇനി 2ാമത്തെ ഹെൽപ്പ്. അവിടെ ഉറങ്ങുന്നില്ലേ എന്റെ അനിയത്തി പൂർണിമ? അവളുടെ അടുത്തുനിന്ന് എനിക്ക് ആ പാവയെ വാങ്ങിത്തരുമോ പ്ലീസ്? ആ പാവ എടുക്കുമ്പോ അവൾ ഉണർത്താതിരിക്കണം. അങ്ങനെ ഉണർത്തി കഴിഞ്ഞാലുണ്ടല്ലോ നിങ്ങൾ വലിയൊരു ദുരന്തം കാണേണ്ടി വരും. ശരി, ഓക്കെ. എടച്ചക്ക, ദാ നീ പറഞ്ഞ പാവ.
താങ്ക് യു. ശരി ഇനി പറ, സ്വർണം കാശൊക്കെ എവിടെ ഇരിക്കുന്നേ? ഒരു മിനിറ്റേ. ലൗഡ് ഗോപി, ലൗഡ് ഗോപി, ലൗഡ് ഗോപി. ഇപ്പൊ എന്തിനാടാ കൊച്ചിനെ വിത്ത് പേപ്പർ ഇട്ടേ? ഹായ് പൂർണിമ. നിങ്ങൾക്ക് രണ്ടുപേർക്കും വലിയ ആപത്ത് വരാൻ പോകുന്നു. ഇവനെന്തൊക്കെ പറയുന്നേ? ഞാനിവളെ കാര്യം നോക്കാം, നീ അവളുടെ കാര്യം നോക്ക്. ഏയ് ചിണ്ടു, എന്തിനാ രണ്ടുപേരും ഇങ്ങനെ ഒച്ച വെക്കുന്നേ? സോറി. ഗുഡ് നൈറ്റ്. ഓടിപ്പോയി. അല്ല ഇപ്പൊ റോക്കറ്റ് വിട്ടുമല്ലോ വീട്ടിൽ നിന്ന് ഓടിപ്പോയത്. അമ്മ അതൊന്നുമില്ല അമ്മ, നമ്മുടെ വീട്ടില് 2 കള്ളന്മാര് വന്നായിരുന്നു. ഞാനും പൂർണിമയും ചേർന്ന് അവര് ഓടിച്ചു വിട്ടു. കള്ളനോ? ഉം. അത് കൊള്ളാലോ, നമ്മുടെ പിള്ളേർക്ക് ഇത്ര ധൈര്യോ? ചിണ്ടുവിന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നമില്ലാത്ത ദിവസം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ നേരത്ത് സ്വർണവും പണമൊക്കെ എടുത്തോണ്ട് പോയാ എന്തായനെ? കൊള്ളാം, നാളെ നമുക്കിത് വേറെ ലെവലായിട്ട് ആഘോഷിക്കണം. നാളെ നമ്മൾ എല്ലാവരും കൂടി ട്രിപ്പ് പോവാണ്. എങ്ങനെയുണ്ട്? ഹായ്, അത് കൊള്ളാലോ. അവരെന്റെ സ്കൂൾ ബാഗും കൊണ്ടുപോയല്ലോ.